ഡോക്ടർ മോഹൻ വർഗീസ്, ഇറാൻ യുദ്ധം കൊടുമ്പിരമ്പി നിൽക്കുമ്പോൾ തന്നെ സൗദി അറേബ്യയുമായി ആണവ കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അമേരിക്ക. മുൻ പ്രസിഡന്റ് ജോ ബൈഡനെ കിട്ടുന്ന അവസരത്തിലൊക്കെ കുറ്റം പറയുന്ന ഡൊണാൾഡ് ട്രംപ് ബൈഡന്റെ കാലത്ത് തുടങ്ങിയ ശ്രമങ്ങളെയാണ് ഇപ്പോൾ സഫലമാക്കിയിരിക്കുന്നത്. കരാർ പ്രകാരം സൗദിക്ക് യുറേനിയം സമ്പുഷ്ടീകരിക്കാം, അന്താരാഷ്ട്ര ആണവ ഏജൻസിയുടെ കർശന പരിശോധന ഉണ്ടാകില്ല എന്നൊക്കെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സൗദി ആണവായുധം നിർമ്മിക്കുമെന്ന് അമേരിക്കയുടെ ചങ്കായ ഇസ്രയേൽ പോലും ആശങ്കപ്പെടുന്നുവെന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും. ശരിക്കും ഇറാനെ ഭയന്ന് സൗദിക്ക് ആണവായുധം നിർമ്മിക്കാൻ കഴിയുമോ? ഈ ഒരു സാഹസത്തിന് അമേരിക്ക കൂട്ടുനിൽക്കുമോ? എന്താണ് ശരിക്കും ഇപ്പോൾ സൗദി അമേരിക്ക ഒപ്പിട്ട ഈ ആണവ കരാറിൻ്റെ യാഥാർത്ഥ്യം? ഏറെ കൗതുകകരമായ ഒരു വാർത്തയാണ്. സൗദി അറേബ്യയും അമേരിക്കയും തമ്മിൽ ആണവ കരാറിൽ ഏർപ്പെടുന്നു എന്ന വാർത്ത. ഏർപ്പെട്ടു എന്ന് പറഞ്ഞാലും അത് കോൺഗ്രഷണൽ റാറ്റിഫിക്കേഷൻ ഉണ്ടാവണം. അതുമാത്രമല്ല, ഒരു ഫോർമലൈസ് ചെയ്യണം. അതൊന്നും സംഭവിച്ചിട്ടില്ല. ഇതൊരു കരട് രൂപം മാത്രമാണ്. അതുകൊണ്ട് എന്താണ് ഇതിന് പിന്നിൽ? അത് ഒരുപാട് പേര് സൗദി അറേബ്യയിൽ ജീവിക്കുന്നവർക്കും ഗൾഫിൽ താമസിക്കുന്നവർക്കും ഇന്ത്യയിൽ നിന്നുകൊണ്ട് നോക്കിക്കാണുന്നവർക്കുമെല്ലാം ഏറെ കൗതുകമുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഗൾഫിലെ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ എന്തുകൊണ്ട് സൗദി അറേബ്യയും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും തമ്മിൽ ഇങ്ങനെയൊരു ആണവ കരാറിൽ ഏർപ്പെടണം? ഇതൊരു ന്യായമായ സംശയമല്ലേ? സൗദി അറേബ്യയ്ക്ക് എന്തിനാണ് ആണവ ഊർജം? ആവശ്യത്തിലധികം ഹൈഡ്രോ കാർബൺ, അതായത് ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസ് ശേഖരമുള്ള സൗദിക്ക് എനർജി ആവശ്യത്തിന് വേണ്ടി ഒരു ആണവ റൂട്ട് തിരഞ്ഞെടുക്കേണ്ട കാര്യമില്ല എന്ന് പ്രഥമ ദൃഷ്ടിയെ നമുക്ക് തോന്നാം. പക്ഷേ ഇത് കുറച്ചുകൂടി വ്യത്യസ്തമായ ആംഗിളിൽ ഈ ഒരു ഡീലിനെ, ഈ പ്രപ്പോസ്ഡ് ഡീലിനെ കാണേണ്ടതുണ്ട്. നോക്കൂ, ഇറാൻ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ്, അതായത് യുറേനിയം എൻറിച്ച്മെൻറ്റ് നടത്തുന്നു എന്നതാണല്ലോ അമേരിക്കയുടെ ആക്ഷേപം, അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെ ആക്ഷേപം. അപ്പോൾ ഇറാൻ നടത്തിയാൽ അത് അപകടമാകും. സൗദി അറേബ്യ സമ്പുഷ്ടീകരിച്ചു കഴിഞ്ഞാൽ അത് അപകടമാവില്ല. ഇതൊരു പ്രാഥമികമായ ലെവലിലൊരു ഇരട്ടത്താപ്പാണ്. അപ്പോൾ ഇത് പെർസെപ്ഷൻസിൻ്റെ വിഷയമാണ്. അപ്പോൾ സമ്പുഷ്ടീകരണം ഏതുവരെ എന്നതാണ് ചോദ്യം. ആയുധം ഉണ്ടാക്കണമെങ്കിൽ വലിയ തോതിൽ യുറേനിയം എൻറിച്ച്മെൻറ്റ് ആവശ്യമാണ്. ഇത് ചെറിയ തോതിലുള്ള വൈദ്യുതി ഉത്പാദനത്തിനുള്ള ഒരു എൻറിച്ച്മെൻറ്റ്, അതായത് ഫോസിലൈസ്ഡ് ഫ്യൂവൽ ഉപയോഗം കുറച്ചുകൊണ്ട് വരണം. അപ്പോൾ സൗദിയുടെ എയർ കുറച്ചുകൂടെ ക്ലിയർ ആകണം. ഈ ഫോസിൽ ഇന്ധനം എന്ന് പറയുന്നത് ഡീസലും പെട്രോളും കെറസിനും ഒക്കെ അടങ്ങുന്ന ഹൈഡ്രോ കാർബൺ, അതിൻ്റെ ബേണിങ് കുറച്ചുകൊണ്ട് വന്ന് കുറച്ചുകൂടി എൻവയൺമെൻറ്റ് ഫ്രണ്ട്ലി ആയ പക്ഷേ റിസ്ക് ഉള്ള ന്യൂക്ലിയർ ഇന്ധനം ഉപയോഗിക്കാം എന്നത് മുഹമ്മദ് ബിൻ സൽമാൻ്റെ ഒരു പോളിസിയാണ്. സൗദി രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാൻ ഒരുപാട് കാര്യങ്ങളിൽ മാറി ചിന്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഈ ആശയം വന്നതെന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. പക്ഷേ ഇവിടെ ഏറ്റവും വൈകി ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നൊരു പ്രസ്താവന നോക്കൂ. സൗദി അറേബ്യയുമായി ഞങ്ങൾ കരാർ ഒപ്പിടും, പക്ഷേ വൺ കണ്ടീഷൻ, സൗദി അറേബ്യ അബ്രഹാമിൻ്റെ പേരിലുള്ള കരാറിൽ ഇസ്രയേലുമായി ഒപ്പിടണം. ഇത് ട്രംപ് ഇപ്പോഴാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം സൗദിയുമായി ആ ഡീൽ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പുറത്ത് പറയാത്ത ഒരു കാര്യം ഇപ്പോൾ ഒരു കണ്ടീഷണലായി പറയുന്നു. സ്വാഭാവികമായി ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു കടുംപിടുത്തം, അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെ ഭയാശങ്കകളുണ്ട്. ഏറെ ആശങ്കകൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. ഈ ആശങ്കയുടെ കൂടെ അടിസ്ഥാനത്തിലാണ് അമേരിക്കയുടെ സഹായത്തോടു കൂടി ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ പ്രാവശ്യം പ്രസിഡൻ്റായിരുന്നപ്പോൾ 2020 4 അറേബ്യൻ രാജ്യങ്ങളുമായി, അല്ലെങ്കിൽ അറബ് കൺട്രീസുമായി എബ്രഹാമിൻ്റെ പേരിൽ എബ്രഹാമിക് അക്കോർഡ് എന്ന രൂപത്തിൽ കരാർ ഒപ്പിട്ടു. സൗഹൃദ കരാറാണ്. ഒരു യുദ്ധമൊന്നും ഉണ്ടാവില്ല, സാമ്പത്തികമായി സഹകരിക്കാം എന്നുള്ള രീതിയിൽ. അതിൽ 2 രാജ്യങ്ങൾ GCC മേഖലയിലെ രാജ്യങ്ങളാണ്. അത് ബഹ്റൈനും UAEയും അതിൽ സിഗ്നറ്ററീസാണ്. അവിടുത്തെ പാർലമെൻറ്റുകൾ അത് റാറ്റിഫൈ ചെയ്യുകയും ചെയ്തു. മറ്റ് 2 രാജ്യങ്ങൾ ആഫ്രിക്കയിലാണ്. മൊറോക്കോയും അത് ഔപചാരികമായി അംഗീകരിച്ചു. സുഡാനാണ് മറ്റൊന്ന്. സുഡാൻ ഒപ്പിട്ടു, പക്ഷേ സുഡാൻ്റെ പാർലമെൻറ്റ് ആ അബ്രഹാമിക് കരാറിന് അംഗീകാരം നൽകിയിട്ടില്ല. സൗദി അറേബ്യയും ഇതുകൊണ്ട് 2023 മധ്യത്തിൽ ഇസ്രയേലുമായി കരാർ ഒപ്പിടുന്നതിനെക്കുറിച്ച് ഗൗരവമായി ആലോചിച്ചു കൊണ്ടിരുന്നു. ചില സംസാരങ്ങൾ ഇവിടെ നടക്കുകയും ചെയ്തു. ആ സമയത്താണ് ഒക്ടോബർ 7, 2023 സംഭവിക്കുന്നത്. ഹമാസ് ഇസ്രയേലിലേക്ക് കടന്നു കയറി1250 പേരെയാണ് വധിച്ചത്. ഏതാണ്ട് 250ഓളം പേരെ
ഗസയിലേക്ക് തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. അത് മുതലാണ് ഇപ്പോൾ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും ഒരു ടേണിംഗ് പോയിന്റ്. അതാണ് പ്രധാന കാരണം. അതല്ല, അടിസ്ഥാനപരമായ ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷേ ഒരു ടേണിംഗ് പോയിൻ്റായി നമുക്ക് കണക്കാക്കാവുന്നത് ഒക്ടോബർ 7, 2023 അവിടെ സൗദി അറേബ്യയെ പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഹമാസ് അത് ചെയ്തത് എന്ന് ചിന്തിക്കുന്നവരാണ് അനേകർ. കാരണം പലസ്തീനിയൻ കോസ് പിന്നെ ഇവിടെ നിൽക്കും. സൗദി അറേബ്യയും ഇസ്രയേലും തമ്മിൽ സന്ധിയായി എബ്രഹാമിൻ്റെ പേരിൽ കരാറിൽ ഒപ്പിട്ട് വളരെയധികം സൗഹൃദത്തിൽ മുന്നോട്ട് പോയാൽ പലസ്തീനിയൻ കോസ് മടക്കി പെട്ടിയിൽ വയ്ക്കേണ്ടി വരും എന്നൊരു ചിന്തയാണ്. അപ്പോൾ ഈ ഒരു ചിന്ത ഇപ്പോഴും സജീവമാണ്. ഇപ്പോഴും പാലസ്തീൻ കോസ് അവിടെ ഉണ്ടല്ലോ. അതുകൊണ്ട് അമേരിക്ക എന്തുകൊണ്ടാണ് സൗദിയുമായി ഇങ്ങനൊരു ഡീൽ, ഇസ്രയേലുമായി സൗദി അറേബ്യയെ ഒരുമിപ്പിച്ച് നിർത്തുക, അല്ലെങ്കിൽ ഇസ്രയേലുമായി ഒരു യുദ്ധമില്ലാ അവസ്ഥ ഉണ്ടാക്കുക, സൗദി അറേബ്യയ്ക്ക് ഒരു സുരക്ഷാ കവചം എന്ന നിലയിൽ ഒരു പക്ഷേ ആണവ സമ്പുഷ്ടീകരണം അനുവദിക്കാം. അപ്പം ഇസ്രയേലുമായുള്ള ഇക്വേഷൻസിൽ കുറച്ചുകൂടി ബെറ്ററായി സൗദിക്ക് മുന്നോട്ട് പോകാനാവും. സൗദി അമേരിക്കയ്ക്ക് തുടർന്നും താവളങ്ങൾ നൽകുന്നതിന് പ്രത്യുപകാരം എന്നുകൂടി ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. മൾട്ടി ഡയമെൻഷനിലാണ് ഈ വിഷയം. ഒറ്റ ഒരു കാരണത്താലല്ല ഇങ്ങനെ ഒരു നിർണായകമായ കാര്യം. പക്ഷേ അമേരിക്കയുടെ ഒരു ട്രഡീഷണൽ നയമുണ്ട്. ഈ ആണവ സമ്പുഷ്ടീകരണത്തിന് വേണ്ടി രാജ്യങ്ങളെ സഹായിക്കില്ല. ആ നയം മാറ്റിവെച്ചിട്ടാണ് ഇന്ത്യയുമായി സിവിൽ ന്യൂക്ലിയർ എനർജി എഗ്രിമെൻറ്റ് 123 എഗ്രിമെൻറ്റ് 123 ആർട്ടിക്കിൾ, അമേരിക്കൻ എനർജി ലോയിലെ 123 ആർട്ടിക്കിൾ ഭേദഗതി ചെയ്തുകൊണ്ട് NPT സിഗ്നറ്ററി അല്ലാത്ത രാജ്യങ്ങൾ, അതായത് ഇന്ത്യ ഉൾപ്പെടെയുള്ള നോൺ പ്രോളിഫറേഷൻ ട്രീറ്റിയിൽ സൈൻ ചെയ്തിട്ടില്ലാത്ത രാജ്യങ്ങളുമായി ഇങ്ങനെയുള്ള സിവിൽ ന്യൂക്ലിയർ എഗ്രിമെൻറ്റുകളാകാം. അതിൻ്റെ പേരിലാണ് ഹൈഡ് ആക്ട് ഉണ്ടാകുന്നത്. അതൊക്കെ ചരിത്രമാണ്. 2006-2007 ചരിത്രമാണ് ഇതെല്ലാം. ഒബാമ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ, മൻമോഹൻ സിംഗ് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ നടന്ന സംഭവങ്ങളാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിന് ചുവട് പിടിച്ചുകൊണ്ട് സിവിൽ ന്യൂക്ലിയർ എനർജി എഗ്രിമെൻ്റാണ് ഇപ്പോൾ സൈൻ ചെയ്യും എന്ന് പറയപ്പെടുന്നത്. പക്ഷേ അതൊരു വശം. ഇനി ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. സൗദി അറേബ്യയുടെ ഏറ്റവും വലിയ പിന്തുണ ഇപ്പോൾ വരുന്നത് സൈനികമായും കരാർ അനുസരിച്ചും പിന്തുണ വരുന്നത് മറ്റൊരു ആണവ രാജ്യത്തിൽ നിന്നാണ്. മറ്റൊന്നുമല്ല, അത് പാകിസ്ഥാനാണ്. 2025 ഓപ്പറേഷൻ സിന്ദൂറിനൊക്കെ ശേഷമുള്ള സമയത്ത് പെട്ടെന്ന് പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ ഒരു കരാർ ഒപ്പിടുകയാണ്. സൗദി അറേബ്യ ഏതെങ്കിലും കാരണവശാൽ ആക്രമണ വിധേയമാവുകയാണെങ്കിൽ അത് ഹൂതികളുടെ ഭാഗത്തു നിന്നാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നാകാം, സൗദിക്ക് സംരക്ഷണം നൽകാൻ പാകിസ്ഥാനും, പാകിസ്ഥാനെ ഏതെങ്കിലും രാജ്യം ആക്രമിച്ചാൽ, അത് ഇന്ത്യ പോലും ആയിക്കൊള്ളട്ടെ, ആക്രമിച്ചാൽ സൗദി അറേബ്യ സഹായിക്കും എന്നും. അതൊരു പക്ഷേ സാമ്പത്തികമായ സഹായമായിരിക്കാം. സൗദിക്ക് ആയുധങ്ങൾ കൊണ്ട് പാകിസ്ഥാനെ സഹായിക്കുന്നതിന് ഒരുപക്ഷെ പരിമിതിയുണ്ട്. അമേരിക്ക നൽകിയ ആയുധങ്ങളാണ് സൗദിക്ക്. പാകിസ്ഥാനും അമേരിക്ക നൽകുന്ന ആയുധങ്ങളാണ് കൂടുതൽ. ചൈനീസ് നിർമ്മിത ആയുധങ്ങളുമുണ്ട്. അപ്പോൾ ഈ ഒരു കരാർ അവിടെ നിൽക്കുമ്പോൾ ഹൂതികളിപ്പോൾ നിരന്തരമായി സൗദിയെ ആക്രമിക്കുന്നു. സൗദിയും ഹൂതികളുമായി ഏതാണ്ട് യുദ്ധസമാനമായ സാഹചര്യത്തിലാണ്. സൗദിക്കെതിരെ ഹൂതികൾ, യമനിൽ നിന്നുകൊണ്ട് ഹൂതികൾ നാവിക ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ പാകിസ്ഥാന് സൗദി അറേബ്യയിൽ രംഗത്ത് വരാനുള്ള ഒരു അന്തരീക്ഷം വരികയാണ്. അത് കുറച്ചുകൂടി ഇൻറ്റൻസിഫൈ ചെയ്യുകയാണ്. കാരണം ഇപ്പോൾ സമ്പുഷ്ടീകരണം സൗദിയുടെ മണ്ണിൽ വെച്ചാവാം എന്നാണ് അമേരിക്ക പറയുന്നത്. കാരണം കർശനമായ നിയന്ത്രണങ്ങൾ, അമേരിക്കയുടെ സാങ്ഷൻസോ അല്ലെങ്കിൽ അമേരിക്കയുടേതായ നിയന്ത്രണങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അന്താരാഷ്ട്ര ആണവ ഊർജ്ജ ഏജൻസിയെ ഒരു പരിധിവരെ നിയന്ത്രിക്കുന്നത് അമേരിക്ക ഉൾപ്പെടെയുള്ള ഒരു ന്യൂക്ലിയർ റെജിമെനുണ്ട്, അവരാണ്. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് അനാവശ്യമായ ചില ചോദ്യങ്ങൾ ചോദിക്കില്ല എന്നൊക്കെ ആയിരിക്കാം ഉറപ്പ്. പക്ഷേ അതിനു പുറമെ സൗദിക്ക് ഏതെങ്കിലും കാരണവശാൽ ആണവ ആയുധം ഉണ്ടാക്കണം എന്ന് നാളുകളിൽ തോന്നിയാൽ, കാരണം ഇറാനെ ബാലൻസ് ചെയ്യണം, ഇറാൻ ന്യൂക്ലിയർ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോവുകയും അമേരിക്കയ്ക്ക് കൺട്രോൾ ചെയ്യാനാവാതെ വരികയും യുദ്ധമൊക്കെ അവസാനിച്ച് സമാധാനം വന്നു കഴിഞ്ഞ് ഇറാൻ്റെ ഭാഗം, കാരണം ഭാവിയിൽ 10, 20, 30 വർഷത്തിന് ശേഷമായിരിക്കാം ഒരുപക്ഷെ അങ്ങനെ സംഭവിക്കുക. മുൻകരുതലുകൾ എടുക്കണമല്ലോ. അങ്ങനെ എങ്കിൽ ഹൈപ്പോത്തറ്റിക്കലി ആണവ സാങ്കേതിക വിദ്യ നിലവിൽ കൈവശമുള്ള രാജ്യമാണ് പാകിസ്ഥാൻ. പാകിസ്ഥാനിൽ നിന്നും എന്തുകൊണ്ട് സൗദി അറേബ്യയ്ക്ക് ആണവ സാങ്കേതിക വിദ്യ വാങ്ങിയെടുത്തുകൂടാ? വാങ്ങി എന്ന വാക്കിന് ഇൻവേർട്ടഡ് കോമയിലിട്ടേ ഞാൻ പറയൂ. കാരണം പണം കൊടുത്ത് വാങ്ങുക എന്ന് തന്നെയാണ് അർത്ഥം. അത് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നത് പോലെയല്ല, ഒരു അഡ്ജസ്റ്റ്മെൻ്റ് എന്ന നിലയിൽ. പാകിസ്ഥാൻ സാമ്പത്തികമായി വല്ലാതെ ഞെരുങ്ങും. ഇപ്പോൾ ബലൂചിസ്ഥാൻ ഏതാണ്ട് പോയ മട്ടാണ്. മറ്റ് പ്രദേശങ്ങളിലും വലിയ പ്രശ്നങ്ങളാണ്.
ഇപ്പോൾ പാകിസ്ഥാൻ മിക്കവാറും പഞ്ചാബ് കേന്ദ്രീകൃതമായ ഒരവസ്ഥയായി മാറും. സാമ്പത്തികമായി വല്ലാതെ ബുദ്ധിമുട്ടും. പാകിസ്ഥാന് വേണ്ടത് പണമാണ്. സൗദിക്കേറെ ഉള്ളതും ഈ പണവും വിഭവങ്ങളുമാണ്. എണ്ണയും പണവുമാണ് സൗദിക്കുള്ളത്. ഇത് രണ്ടുമാണ് പാകിസ്ഥാന് വേണ്ടത്. പക്ഷേ പാകിസ്ഥാന് കൈവശമുള്ളത് ആണവ സാങ്കേതിക വിദ്യയാണ്. അപ്പം ലേശം സാങ്കേതിക വിദ്യ പൂർണ്ണമായി കൈമാറിയില്ല എങ്കിലും സൗദി അറേബ്യയെ ന്യൂക്ലിയർ പ്രോഗ്രാം അടുത്ത തലത്തിലേക്ക്, കേവലം സമ്പുഷ്ടീകരണമല്ല, വൈദ്യുതി ഉണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ള സമ്പുഷ്ടീകരണമല്ല, അടുത്ത ലെവലിലേക്ക് വെപ്പണൈസിങ് ഗ്രേഡിലേക്കുള്ള സമ്പുഷ്ടീകരണത്തിനായി സൗദിയെ എക്വിപ്പ് ചെയ്യാൻ പാകിസ്ഥാന് കഴിയും. ഒരുപാട് ക്ലാൻഡസ്റ്റൈൻ ഡീലുകൾ നടപ്പാക്കിയെടുക്കുന്ന രാജ്യമാണ് അസിം മുനീർ നേതൃത്വം കൊടുക്കുന്ന പാകിസ്ഥാൻ്റെ ഒരു സംവിധാനം. ഈ അസിം മുനീറാണല്ലോ യഥാർത്ഥ ഭരണാധികാരി. പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഷബാസ് ഷെരീഫ് കേവലം നോക്കുകുത്തി മാത്രമാണ്. അങ്ങനെയാണ്, ഒരു മിലിറ്ററി ജുൻറ്റ ആണെന്ന് പറയാനാവില്ല എങ്കിലും സൈന്യം നിയന്ത്രിക്കുന്ന ഒരു ഘടന. ഭാവിയിലും അങ്ങനെ തന്നെ ആയിരിക്കാനാണ് സാധ്യത. ഇതിൽ ഒരുപാട് സാധ്യതകൾ അമേരിക്ക കാണുന്നു. ഒരുപാട് സാധ്യതകൾ സൗദിയും കാണുന്നു. കൂട്ടത്തിൽ പാകിസ്ഥാനും സൗദിയും ഒക്കെ എക്കാലത്തും അമേരിക്കൻ സ്കീം ഓഫ് തിങ്സിനോടൊപ്പം നിൽക്കും എന്നാണ് അമേരിക്ക വിശ്വസിക്കുന്നത്. പക്ഷേ ഇവിടെയാണ് സ്വല്പം മാറി ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതൊരു ആഗ്രഹം മാത്രമല്ല, അതൊരു ലോജിക്കൽ ഒരു പെർസെപ്ഷനാണ്. സൗദി അറേബ്യയുടെ പൊതുജന അഭിപ്രായത്തെക്കുറിച്ചൊന്നും നമ്മൾ അധികം കേൾക്കാറില്ല. പക്ഷേ കടുത്ത അമേരിക്ക വിരോധമൊന്നുമില്ല. എന്തുകൊണ്ടാണ്? അവിടുത്തെ ഭരണാധികാരികൾ അമേരിക്കയോട് ചേർന്ന് നിൽക്കുന്നു. ആര് ഭരണാധികാരിയായി വന്നാലും ഈ രാജാക്കന്മാർ, അത് ഗൾഫ് രാജ്യങ്ങളുടെ എല്ലാം തന്നെ എമീർമാർ, രാജാക്കന്മാർ, ഷെയ്ഖുമാർ ഒക്കെ തന്നെ അമേരിക്കയുടെ ആ ഒരു ഡോമിനൻസിനെ അംഗീകരിച്ചുകൊണ്ട് നിന്നെങ്കിൽ മാത്രമേ അവർക്ക് അവിടെ അധികാരത്തിൽ തുടരാനാവൂ. അല്ല എങ്കിൽ ഏതെങ്കിലും രീതിയിൽ അമേരിക്ക അതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് അതങ്ങനെ മുന്നോട്ട് പോകും. പാകിസ്ഥാനിലും ആ മിലിറ്ററി ഡോമിനൻസ് എക്കാലവും ഉണ്ടാകുമെന്നാണ് അമേരിക്ക വിശ്വസിക്കുന്നത്. പക്ഷേ പാകിസ്ഥാൻ്റെ പൊതുജന അഭിപ്രായം ഒന്ന് എടുത്തു നോക്കൂ. കടുത്ത അമേരിക്ക വിരുദ്ധതയുണ്ട്. ശരാശരി പാകിസ്ഥാനി ഒരിക്കലും അമേരിക്ക പക്ഷപാതിയല്ല. സൈന്യം അമേരിക്ക പക്ഷപാതിയാണ്. രാഷ്ട്രീയ നേതൃത്വം നിവൃത്തികേട് കൊണ്ട് അമേരിക്ക പക്ഷപാതികളാണ്. പക്ഷെ ജനം അങ്ങനെ ആകണമെന്നില്ല. അപ്പം ജനകീയ അട്ടിമറികളൊക്കെ ഇനിയും സംഭവിക്കാൻ സാധ്യതയുള്ള രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് ഓർക്കണം. അതുകൊണ്ട് പാകിസ്ഥാനും സൗദിയും ഒക്കെ ചേർന്നുകൊണ്ട് ഒരു ഡീലാകുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് എത്രത്തോളം മുന്നോട്ട് പോകും? ആൻറ്റി അമേരിക്കനിസം ഇന്നല്ലെങ്കിൽ നാളെ മറ്റു രാജ്യങ്ങളും വരും. ഈജിപ്തിൽ ഇത് വരാം, തുർക്കിയിൽ വരാം. നിലവിൽ ഈജിപ്തും തുർക്കിയിലെ എർദോഗാനും ഒക്കെ തന്നെ ഒരു സ്കീമിൻ്റെ ഭാഗമായി നിൽക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യ ഏറെ ഭയപ്പെടുന്നത് അല്ലെങ്കിൽ ആശങ്കയോടെ കാണുന്നത് പാകിസ്ഥാൻ, സൗദി അറേബ്യ, ഈജിപ്റ്റ്, തുർക്കി ആക്സിസ്. അങ്ങനെ ഒരു ആക്സിസ് നിലവിലില്ല. പക്ഷേ ഇവരൊക്കെ തന്നെ പാകിസ്ഥാനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഓപ്പറേഷൻ സിന്ദൂർ സമയത്തൊക്കെ തുർക്കിയൊക്കെ പാകിസ്ഥാനോട് ചേർന്ന് നിന്ന് നമ്മൾ കണ്ടതാണ്. തുർക്കിയും സൗദി അറേബ്യയും തമ്മിൽ ചില മൂപ്പിളമ തർക്കങ്ങൾ മുൻപുണ്ടായിരുന്നു. അതൊക്കെ പരിഹരിച്ച് ഇപ്പോൾ രമ്യതയിൽ പോകുന്നു. ഈ ബിൽഡപ്പ് ലേശം അലോസരം സംഭവിപ്പിക്കാൻ പര്യാപ്തമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇതൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോൾ ന്യൂക്ലിയർ പ്രോളിഫറേഷൻ ഹൊറിസോണ്ടലായി കൂടുതൽ രാജ്യങ്ങൾ ആണവ സാങ്കേതിക വിദ്യ കൈവരിക്കുന്നു. അതിൽ ചില രാജ്യങ്ങളെങ്കിലും ആണവായുധ നിർമ്മാണത്തിലേക്ക് കടക്കുന്നു. അതിൽ ഇനി വരാൻ പോകുന്ന കാൻഡിഡേറ്റ് സൗദി അറേബ്യ ആവുമോ? ഇതാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ മതിക്കുന്ന വിഷയം. നിലവിൽ ഇസ്ലാമിക ലോകത്തെ ഒരൊറ്റ ആണവ ശക്തി മാത്രമേ ഉള്ളൂ, അത് പാകിസ്ഥാനാണ്. തുർക്കി പോലും ആണവശക്തി അല്ല എന്ന് ഓർക്കണം. ഇപ്പം ഈജിപ്തും ടർക്കിയും സൗദിയും ഒക്കെ തന്നെ ഭാവിയിൽ ആണവശക്തികളാകുമോ? അതെല്ലാം തന്നെ ഇസ്രയേലിന് എങ്ങനെയാണ് ഈ രാജ്യങ്ങൾ, ഇതെല്ലാം തന്നെ നാളുകളിൽ ഇസ്രയേൽ വിരുദ്ധമാകാൻ കഴിയുന്ന രാജ്യങ്ങളാണ്. കാരണം അവിടുത്തെ ജനങ്ങളുടെ വികാരം ആ രീതിയിലൊക്കെയാണ്. ആൻറ്റി സെമിറ്റിസം അല്ലെങ്കിൽ ആൻറ്റി ജുഡൈസം, അതുമല്ലെങ്കിൽ സയനിസ്റ്റ് വിരുദ്ധത ഒക്കെ ഈ രാജ്യങ്ങളുടെ ഒരു DNA ഭാഗം കൂടിയാണ്. ഇപ്പോൾ അമേരിക്ക ഇടപെട്ട് ഇതിനെല്ലാം ഒന്ന് അയൺ ഔട്ട് ചെയ്ത് ഇസ്രയേലിനെ അംഗീകരിക്കത്തക്ക രീതിയിൽ അബ്രഹാമിക് കരാറുകളിലൂടെയോ അല്ലാതെയോ ഇസ്രയേലിനെ ഉൾക്കൊള്ളത്തക്ക രീതിയിലാക്കി വെച്ചിരിക്കുകയാണ്. ആദ്യം ജോർദാൻ അംഗീകരിക്കുന്നു. അതിനു മുൻപ് തന്നെ ഈജിപ്റ്റ് 1978 തന്നെ ഇസ്രയേലിനെ അംഗീകരിച്ചു. കൂടുതൽ ഗൾഫ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അറബി മേഖലയിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം തന്നെ ഇസ്രയേലിനെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ഇറാനെ അതുവഴി പൂർണ്ണമായി ഐസൊലേറ്റ് ചെയ്തെടുക്കുകയും ചെയ്യുക എന്ന ഒരു ലോങ് ടേം പദ്ധതി അമേരിക്കയ്ക്കുള്ളതായി തോന്നുന്നു. പക്ഷേ ലോകരാഷ്ട്രീയം ഒരിക്കലും നിശ്ചലമല്ല, സ്റ്റേറ്റിക്കല്ല. നാളെ ഇരിപ്പ് വശം അങ്ങ് മാറും. ഇറാനും അമേരിക്കയും തമ്മിൽ വലിയ ബന്ധമായിരുന്നു പണ്ടെന്ന് ഓർക്കണം.
1979 മുമ്പേ ഷായുടെ ഭരണകാലത്ത്. ഇനി മാറിക്കൂടായിക്കില്ല. ഏതെങ്കിലും കാരണവശാൽ ഇറാനിലൊരു ഭരണമാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ അമേരിക്ക വിരുദ്ധതയൊക്കെ പഴങ്കഥയായി മാറുമോ അറിയില്ല. ലോകരാഷ്ട്രീയം അങ്ങനെയാണ്. ഇപ്പോൾ ഇന്ന് കാണുന്ന ഇരിപ്പ് വശമല്ല ഒരുപക്ഷെ നാളുകളിൽ. അതുകൊണ്ട് ഇപ്പോൾ സൗദി അറേബ്യയെ ആയുധമണിക്കാനല്ല, ആണവമായി സംഘടിപ്പിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നു. അതിൻ്റെ മറവിൽ ഇസ്രയേലുമായി ഒരു സമാധാന സന്ധി ഒപ്പിടാൻ അമേരിക്ക പ്രേരിപ്പിക്കുന്നു. ഇതൊക്കെ തൽക്കാലത്തേക്ക് ഒരുപക്ഷെ അമേരിക്കയ്ക്ക് ഗുണകരമാകാമെന്ന് തോന്നാമെങ്കിലും ആത്യന്തികമായി ഒരുപക്ഷെ ലോക സമാധാനത്തിന് അത് അത്ര ഗുണകരമാവില്ല. കൂടുതൽ രാജ്യങ്ങൾ ഈ ആണവ കപ്പാസിറ്റിയിലേക്ക് നീങ്ങുന്നത് ഒരു നോൺ പ്രോളിഫറേഷൻ എഫേർട്ടിന് അത്ര നല്ലതല്ല. കൂടുതൽ രാജ്യങ്ങൾ അപ്പോൾ രംഗത്ത് വരും. ഇനി ഇപ്പോൾ മാറി നിൽക്കുന്ന ആണവ പദ്ധതിയെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന പലരും ഈ ആണവ പന്തയത്തിലേക്ക് വരും. അവരെല്ലാം തന്നെ സിവിൽ ന്യൂക്ലിയർ എനർജി എന്ന രൂപത്തിൽ തന്നെയാണ് വരുന്നത്. പിന്നീട് അവർക്ക് വേണ്ടി വന്നാൽ അവരുടെ നാഷണൽ സെക്യൂരിറ്റി പെർസ്പെക്റ്റീവ് വെച്ചുകൊണ്ട് ഒരു ക്ലാൻഡസ്റ്റൈൻ ലെവലിൽ, നിഗൂഢമായ രീതിയിൽ അല്ലെങ്കിൽ ഗൂഢമായി അവരൊക്കെ ആയുധ നിർമ്മാണത്തിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ സുരക്ഷിതത്വം എങ്ങനെ മുന്നോട്ട് പോകും? അതുകൊണ്ട് ചെറുതെന്ന് തോന്നാമെങ്കിലും ദൂരവ്യാപകമായ ഫലങ്ങളുണ്ടാക്കാൻ പര്യാപ്തമാണ് സൗദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ന്യൂക്ലിയർ കോഓപ്പറേഷൻ. സിവിൽ എന്ന പേരിട്ട് പറയുമ്പോഴും അതിന് പിന്നിൽ ചില ദുരൂഹതകൾ കാണാവുന്നതേ ഉള്ളൂ.